ഓരോ വണ്ടിക്കും പറയാനുണ്ടൊരു കഥ. 1930കളിൽ കാറുകൾ ഭയങ്കര വിലകൂടിയ സാധനങ്ങളായിരുന്നു. വലിയ പണക്കാർക്ക് മാത്രമേ അത് വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. സാധാരണ കുടുംബങ്ങൾക്കൊക്കെ ഒരു കാർ എന്നത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ഒരു എഞ്ചിനീയർ വിചാരിച്ചു, ലളിതമായ ഒരു ഐഡിയ കൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന്. എല്ലാവർക്കും വേണ്ടി ഒരു കാർ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വിലക്കുറവുള്ളതും വിശ്വസിക്കാവുന്നതും പെട്ടെന്ന് കേടുപാടുകൾ തീർക്കാവുന്നതുമായ ഒരു വണ്ടി. ആഡംബരത്തേക്കാൾ ഉപരിയായി ഈടിനും ലാഭത്തിനുമായിരുന്നു അദ്ദേഹം മുൻഗണന നൽകിയത്. അതിലെ എയർ കൂൾഡ് എഞ്ചിൻ വലിയ സങ്കീർണതകൾ ഒഴിവാക്കിയതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ആ കാർ ഓടുമായിരുന്നു. അങ്ങനെ 1938-ൽ ഫോക്സ് വാഗൺ ബീറ്റിൽ ടൊഡ്ഡാഡനറ്റ് പിറന്നു. പക്ഷേ ചരിത്രം മാറിമറിഞ്ഞു. ലോകമഹായുദ്ധം തുടങ്ങിയതോടെ ഇതിന്റെ നിർമ്മാണം നിലച്ചുപോയി. യുദ്ധത്തിന് ശേഷം ബീറ്റിൽ വീണ്ടും തിരിച്ചുവന്നു. ഇത്തവണ അധികാരത്തിന്റെ അടയാളമായല്ല, മറിച്ച് തകർച്ചയിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവിന്റെ പ്രതീകമായിട്ടായിരുന്നു അത്. പെട്ടെന്നുതന്നെ ബീറ്റിൽ ലോകം മുഴുവൻ തരംഗമായി. അതിന്റെ ഭംഗിയും വിശ്വാസ്യതയും കാരണം എല്ലാവർക്കും ആ വണ്ടി വലിയ ഇഷ്ടമായി. അത് വെറുമൊരു കാർ എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി മാറി. 2.1 കോടിയിലധികം വണ്ടികൾ വിറ്റഴിച്ചതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ എന്ന റെക്കോർഡും ബീറ്റിൽ സ്വന്തമാക്കി. ഈ കാർ ആളുകളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുക മാത്രമല്ല ചെയ്തത്, ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്രവും കാറുകളും സാങ്കേതികവിദ്യയുമൊക്കെ നമുക്ക് ഒന്നിച്ച് ഇനിയും പരിചയപ്പെടാം.